സുഹൃത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹം ചോദിച്ചു, ഈ ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാ, അപ്പൊ ഈ ബിസിനസ്സിലും അങ്ങനെ കുറെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഈ പ്രഷർ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ മൂപ്പരോട് ഒരു ദിവസം മൂപ്പര് പറഞ്ഞ്, അന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീക്കും, സാധാരണ നീക്കണേക്കാൾ കുറച്ചും കൂടി നേരത്തെ എണീറ്റിട്ട് വാതിലൊക്കെ നന്നായിട്ട് കുറ്റിട്ട് കണ്ട് ഞാൻ അങ്ങോട്ട് നൊളോടിച്ചും പഠിച്ചു തഹജ്ജുദ് കണ്ട് പഠിച്ചോണ്ട് അപ്പൊ ഭയങ്കര സമാധാനമാണ്. ആലോചിക്ക്, അങ്ങനെ നമ്മളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ പറയാനുള്ള, ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും നമുക്ക് താങ്ങായിട്ടുള്ള അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് വലിയുള്ള അള്ളാഹുവിനെ ഒരു വലിയായിട്ട് കാണാൻ നമുക്ക് പറ്റണം, കൂട്ടുകാരനായി കാണാം. ആ ഒരു ദറജയിലേക്ക് നമ്മളും അള്ളാഹും തമ്മിലുള്ള കണക്ഷൻ വരണം. അപ്പോൾ സത്യത്തിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അതിനൊക്കെയുള്ള വലിയൊരു അവസരമാണ് സത്യത്തിൽ ഈ റമളാൻ എന്ന് പറയുന്നത്. ഈ റമളാൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അള്ളാഹു തുറന്നു വെച്ച ഏറ്റവും വലിയ ഒരു ഓഫറാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ചാൻസ് ആണ് ഈ റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ റമളാന് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാണ്. ഈ ഖുർആനുമായി നമുക്ക് അങ്ങേയറ്റത്തെ ബന്ധം വേണം. നേരത്തെ പറഞ്ഞില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പം കരഞ്ഞത് എന്തുകൊണ്ടാണ്? ആകാശലോകത്ത് നിന്ന്, സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള ബന്ധം അത് അറ്റുപോയല്ലോ എന്നതിലുള്ള വിഷമാണ്. കാരണം വഹി നിന്നല്ലോ സഹോദരങ്ങളെ. വഹി നിന്നാലും ആ വഹി നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. ഒരു വള്ളി പുള്ളി മാറ്റമില്ലാതെ ഖുർആനായി ഹദീസായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായി അത് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വള്ളിക്കൊരു പുള്ളിക്കും മാറ്റല്ല. അത് നമ്മൾ പ്രയോഗവൽക്കരിക്കാൻ തയ്യാറുണ്ടോ സഹോദരങ്ങളെ? അതിനുള്ള കൂട്ടായ്മയാണിത്. വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് നോക്കി നിങ്ങള്, യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന സൂറത്തുൽ മാഇദയിലെ ആയത്ത്. യഹ്ദി ബിഹില്ലാ, ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ഹിദായത്തിലേക്ക് നയിക്കുമെന്നാണ്. ആരെ? മനിത്തബഅ റിദ്വാനഹു, അവന്റെ പൊരുത്തം തേടിയവരെ, അവന്റെ തൃപ്തി പിൻപറ്റിയവരെ, സുബുലസ്സലാം, സലാമിന്റെ വഴികളിലേക്ക്, വയുഖ്രിജുഹും മിനൽ-ളുലുമാത്, അവരെ അവൻ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അവൻ പുറത്തു കൊണ്ടുവരും, ഇലൻ-നൂർ, പ്രകാശത്തിലേക്ക്, ബിഇദ്നി, അവന്റെ അനുമതിയോടുകൂടി, വയഹ്ദീഹിം ഇലാ സിറാത്തി മുസ്തഖീം, സിറാത്തു മുസ്തഖീമിലേക്ക് അവൻ അവരെ നയിക്കുമെന്നാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അസ്സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം വായിച്ചാൽ മതി. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ എന്താണ് ഈ ളുലുമാത്ത്, ആ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഈ ഖുർആൻ നിങ്ങളെ കൊണ്ടുവരുമെന്നാണ്, നയിക്കുമെന്നാണ്, ഹിദായത്ത് നൽകുമെന്നാണ്. എന്താണ് അന്ധകാരം? ഒന്നാമത്തെ അന്ധകാരം ളുലുമാത്തുൽ കുഫർ, ശിർക്കാകുന്ന കുഫറാകുന്ന അന്ധകാരം. എന്തെങ്കിലും മനസ്സിലായി, ടെക്നോളജി എത്ര പുരോഗമിച്ചാലും, ലോകം എത്ര മുന്നോട്ട് പോയാലും, ഇപ്പൊ നമ്മളിപ്പോ പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് ഊട്ടിക്കൊക്കെ ടൂർ ചെയ്യുന്നു, ഊട്ടിക്ക് മൈസൂർക്ക്. ഇപ്പൊ കുട്ടികൾ കാശ്മീർക്കും ഡൽഹിക്കൊക്കെ ടൂറാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മളൊക്കെ വല്യാപ്പാകുമ്പോഴത്തേന് നമ്മളെ പേരക്കുട്ടികൾ ഏകദേശം തോന്നുന്നത് ചന്ദ്രൻക്കൊക്കെ ടൂർ പോകുന്നതാണ് ഇനി തോന്നുന്നത്. ഒരു 2055 ആകുമ്പോഴത്തേന് വാപ്പ വല്യാപ്പ ഞാൻ നാളെ ചന്ദ്രനിൽ പോവാട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ പേരക്കുട്ടികൾ വരും. കാരണം അങ്ങനെ ഇപ്പൊ ഡൽഹി ആയി, കുറച്ച് ന്യൂയോർക്ക് ആവും, പിന്നെ ഞാൻ ആകാശത്തേക്കല്ല പോകാനുള്ള. അപ്പോത്തിന് റോക്കറ്റൊക്കെ വരും, റോക്കറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ റോക്കറ്റ് സ്റ്റേഷനൊക്കെ വരും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ടെക്നോളജി പുരോഗമിച്ചാലും നമ്മള് ഏകദേശം സാധനം ഒന്നും വാങ്ങാൻ പോകണ്ട, ഫോണിൽ തോണ്ടിയാൽ തന്നെ നമ്മളെ പെരീക്ക് ഇങ്ങോട്ട് സാധനങ്ങൾ വരുന്നൊരു സമയമായി. ഇനി ഒരു 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ ഞാൻ എന്താവും നമുക്കറിയില്ല. അങ്ങനെ ഇവിടെ ടെക്നോളജി നമ്മൾക്ക് തോന്നുന്ന സർവന്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ സർവന്റിനെ കിട്ടാൻ പ്രയാസമാണ്. ഇനി റോബോട്ടൊക്കെ കാര്യം വരിക, അടുക്കളയിലൊക്കെ പണിയെടുക്കാനും വെച്ചുണ്ടാക്കാനൊക്കെ റോബോട്ട്. നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചാൽ ചായ എങ്ങനെ വരിക പറയും വേണ്ട, മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പൊ ഒരാൾ പറഞ്ഞാണ് പെണ്ണുങ്ങളോടൊന്ന് നീങ്ങി കിടക്കാനിട്ട്, പെണ്ണുങ്ങൾ ഫോണായിട്ട് രണ്ടാളും രാത്രി ഇങ്ങനെ കിടക്കുക, ഒന്നും നീങ്ങി കിടക്ക് ബളെ അറിഞ്ഞിട്ട് ഓള് കേൾക്കണില്ല. അവസാനം വാട്സപ്പിൽ വിട്ടിച്ച് നീങ്ങി കിടക്കാപ്പോൾ നീങ്ങി കിടക്കും. ഇപ്പൊ തന്നെ അതാണ് അവസ്ഥ. അപ്പൊ ഇനിയിപ്പോ സർവന്റൊക്കെ തോന്നുന്നത് അടുക്കള ചായ ഉണ്ടാക്കി എന്നൊക്കെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്താൽ റോബോട്ട് ചായക്ക് ഉണ്ടാക്കി വരികയാരം കിച്ചണിന്ന്. അതൊക്കെ ഞാൻ 50 കൊല്ലം കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമൊന്നും ഒരു 50 കൊല്ലം മുമ്പ് ഒരാൾ വിചാരിച്ച കാര്യങ്ങളല്ല. ഞാൻ ഇവിടെ പറഞ്ഞതരോ, ടെക്നോളജി എത്ര പുരോഗമിച്ചു. ഇവിടെ പണിയെടുക്കാൻ നാളെ ആമിനത്താത്തയും നബീസ്താത്തയ്ക്ക് വരുന്നതിന് പകരം റോബോട്ടൊക്കെ ഇനി പണിക്ക് വന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ അന്ധകാരം എന്നുള്ളത് ലോകാവസാനം വരെ ശിർക്കും കുഫ്റും തന്നെയാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെ
വിളിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക്, ഒരു നൂലിന്, ഒരു ചരടിന്, ഏതെങ്കിലും ജാറത്തിലെയോ ഏതെങ്കിലും മക്ബറയിലെ ഒരു ചരടിനോ നൂലിനോ ഒരു നെയ്യിനോ ഒരു വെള്ളത്തിനോ നിങ്ങളെ രോഗം മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതു തന്നെയാണ് ശിർക്ക്, അത് തന്നെയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കല്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ശിർക്കാകുന്ന, കുഫറാകുന്ന അന്ധകാരത്തിൽ നിന്ന് ഖുർആൻ നിങ്ങളെ മോചിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കും കുഫറും സംഭവിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതരോ, ഇത് നമ്മൾ ഇതൊക്കെ ഒരുവിധം മുജാഹിദീങ്ങളാണെന്ന് ഞാൻ വിചാരിച്ചത്. ശിർക്കിന്റെയും കുഫറിന്റെയും കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ലാത്ത 100% തൗഹീദ് മനസ്സിലാക്കിയ ആളുകളാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഇപ്പോഴും ഈ പുഴുവരിക്കുന്ന വിശ്വാസമായിട്ടാണ് നടക്കുന്നത്. എത്ര പേഷ്യൻസ് ആണ് നമ്മള് എല്ലൊക്കെ പൊട്ടിക്കാണ്ട് നേരാക്കാൻ വേണ്ടി കൈയും കാലൊക്കെ ഒന്ന് വലിച്ച് നേരാക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടാവും. അപ്പോഴൊക്കെ മമ്പുറത്തെ തങ്ങളെ, അല്ലെങ്കിൽ നാഗൂരാണ്ടവരെന്നും, അല്ലെങ്കിൽ പുതിയങ്ങാടി അവിടെ കിടക്കണ ഓരോ ഷെയ്ഖന്മാരൊക്കെ വിളിച്ചതാണ്. നമ്മൾ കേൾക്കാത്ത പല ആൾക്കാരൊക്കെ വിളിച്ചതാണ് നമ്മളെ കുലദൈവങ്ങൾ എന്നറിയില്ലേ. അപ്പൊ അതേമാതിരി യാഹൂ തങ്ങളെ ഒരുമ്പനാൾ വിളിച്ച യാഹൂ തങ്ങളെ കാക്കണേ. അപ്പൊ ആ തിരൂര് ഭാഗത്ത് ഡബിൾ ജാറത്ത് കിടക്കുന്ന ഒരു തങ്ങളാണ് യാഹൂ തങ്ങള്. അതായത് 2 ബസ് സ്റ്റോപ്പ് ഉണ്ട്, 2 സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ഒരു ജാറും കുറച്ച് അപ്പുറത്തൊരു ജാറും. അപ്പോ അവസാനം വലിയ പറയണത് എന്താ വെച്ചാല്, ഇതിന്റെ അടി കൂടെ ടണലുണ്ട് അത്ര. അപ്പോ അവിടെ കുറച്ചു നേരം കിടക്കും, പിന്നെ ഇവിടെ ഒന്ന് കിടക്കും. ഏത് കറക്റ്റ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പൊ നല്ല രണ്ടാക്കും വരുമാനം ഉണ്ടാവുള്ളൂ. തിങ്കളാഴ്ച ഇവിടെയും ചൊവ്വാഴ്ച ഓടി പറഞ്ഞാൽ പിന്നെ ആൾക്കാർ തിങ്കളാഴ്ച അങ്ങോട്ടും ചൊവ്വാഴ്ച അങ്ങോട്ടും അല്ലേ പോവുക. ഇത് എവിടെയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർ 2 സ്ഥലത്തൊക്കെ പോകും. അപ്പൊ അതാണ് യാഹൂ തങ്ങള്. ഞാൻ കളിയാക്കി പറയല്ല, യാഹൂ തങ്ങളെ നമ്മ വിളിച്ചത് കൈവേദന ആയപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ പടച്ചോനെ വിളിച്ചൂടെ? മോനെ, ഒക്കെ നമ്മൾ ആൾക്കാരല്ലേ, ഒക്കെ ഒന്നാണെന്ന് അമ്മ പറഞ്ഞു. ഇവരൊക്കെ നമ്മൾ ആൾക്കാർ, ഇതൊക്കെ പടച്ചോന്റെ ആൾക്കാരാണ്, ഒക്കെ ഒന്ന് തന്നെയാണ് അമ്മാന്റെ ഒരു വിചാരം. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഉമ്മാനൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂല. യാഹൂത്തങ്ങളും പടച്ചോനും ആരാന്നും ഇവര് തമ്മിലുള്ള ബന്ധം എന്താന്നും ഇതൊക്കെ ഒന്നാണ്. അത് വേദനിക്കുമ്പോ ഓലെ വിളിച്ചാലും ഇവരെ വിളിച്ചണൊക്കെ കണക്കന്നെയെന്ന് വിശ്വസിക്കണേ ഒരു ഉമ്മാന്റെ തൗഹീദ് എന്താണ് സഹോദരങ്ങളെ? അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ താത്താരോട് ചോദിച്ചു നോക്കിങ്ങള്, മമ്പുറത്തെ തങ്ങള് അള്ളാഹു കാണുന്ന പോലെ അവർ മൊയ്തീൻ ഷെയ്ഖ് കാണുമെന്നും നമ്മൾ പറഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖ് കേൾക്കുന്നു പറഞ്ഞാല്, പിന്നെ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു സമീ ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം പിന്നെന്താണ്? മൊയ്തീൻ ഷെയ്ഖ് നമ്മൾ പറയണതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഉമ്മമാരും വല്യമ്മമാരുള്ള നാടാണിത്. ലോകത്തെ നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്, ലോകത്തിന്റെ അച്യുതണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാരുള്ള നാടാണിത്. കാന്തപുരം വലിയ പ്രതിസന്ധിയിൽ, ആരോഗ്യപരമായി പ്രതിസന്ധിയിൽ കിടക്കുകയാണ്. ഇപ്പോഴും അവിടെ ചർച്ച എന്താ, കാന്തപുരത്തെ വലിയ ഏത് പൊസിഷന് കൊടുക്കണം എന്നാണ്. ഏറ്റവും വലിയ കിളിർ നബിന്റെ പൊസിഷന് കൊടുക്കണോ, അതിന്റെ താഴെയുള്ള പൊസിഷന് കൊടുക്കണോ എന്നാണ് പോലെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അത് ശിർക്കാണെന്ന് അതിൽ തന്നെ ഒരു കൂട്ടര് പറയാം, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന്. സഹോദരങ്ങൾ, എവിടെയാണ് ഇവരുടെ വിശ്വാസം? അപ്പൊ അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അവര് തൗഹീദിന്റെ കാര്യത്തില് സഹോദരങ്ങളെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് നമ്മളിത് കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തം വലുതാണ്. അതെ, അപ്പൊ ഇവിടെ ളുലുമാത്ത് എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ ളുലുമാത്ത്, അത് കുഫ്റാകുന്ന ശിർക്കാകുന്ന അത് അന്ധകാരമാണ്. രണ്ടാമത്തോടെ പറയണ ഇമാം സാദി പറയാണ് ളുലുമാത്തുൽ കുഫ്രി വൽ ബിദ്അ, രണ്ടാമത്തെ അന്ധകാരം. ഇത് അങ്ങനെ കൃത്യമായിട്ട് പറയണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മള് മക്കളുടെ, നമ്മളുടെ കൈകാര്യകർത്തത്തിൽപ്പെട്ട ആളുകളുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളുടെ നമ്മൾ ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ശിർക്കാകുന്ന കുഫ്റാകുന്ന അന്ധകാരം. രണ്ടാമത്തെ എന്താ അറിയോ? ബിദ്അത്താകുന്ന അന്ധകാരം. ഇതും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട വിഷയമാണ്. നോക്കി, ഒരു ഉമ്മ ഓപ്പറേഷൻ ഇങ്ങനെ കിടത്തിയേക്ക ടേബിൾമേ. അപ്പൊ ഉമ്മ ഇങ്ങനെ പറക്കുക. അപ്പൊ ഉമ്മാനോട് ചെന്തമ്മ ഇങ്ങനെ പറക്കണ്, മോനെ ഞാൻ ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത്, പേടിച്ചിട്ട് പറക്കാണ് പറഞ്ഞു. അപ്പൊ നമ്മൾ യാസീൻ ഇട്ടുകൊടുത്തു. അപ്പൊ യാസീൻ എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലെ അമ്മമാർക്കൊക്കെ യാസീൻ ഒരു പുടുത്താണ്. ഈ മരിമായ ഒരു യാസീൻ ഓതിയ എല്ലാ പ്രയാസങ്ങളും മാറുന്നു, അല്ലെങ്കിൽ അതൊരു ബർക്കത്താണെന്ന് ചോദിച്ചാൽ യാസീനെ ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാരാണ് പൊതുവെ നമ്മളെ നാട്ടിൽ. അപ്പൊ ഞാനൊരു യാസീൻ ഇട്ടുതരാന്ന് പറഞ്ഞ എന്റെ മൊബൈലിൽ യാസീൻ ഉറക്കാൻ ഇട്ടുകൊടുത്തു ഉമ്മാക്ക്. അപ്പൊ യാസീൻ നിങ്ങൾക്ക് അറിയാലോ, ഒരു മെല്ലെ ഓതിയാൽ ഒരു 25 അരമണിക്കൂർ കൊണ്ട് യാസീൻ തീരും. ഒരു 20-25 മിനിറ്റൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു യാസീൻമേ. അപ്പോ 25 മിനിറ്റ് ആയപ്പോത്തിന് മലക്കൂത്ത് കുല്ലി ചെയ്യും വൈലൈഹി തുർജഊൻ എന്ന് പറഞ്ഞ് ആ തുർജഊന്ന് മുഴുവൻ അയച്ചില്ല. അപ്പോത്തിന് ഉമ്മ ചോദിച്ചു, മോനെ എന്റെ അടുത്ത് നാരിയ സലാത്ത് ഉണ്ടടാ വെച്ച്. അപ്പൊ ഞാൻ ഉമ്മയോട് ചുമ്മാ നാരിയ സലാത്തിനേക്കാൾ നല്ലതല്ലേ ഖുർആന്? അതൊക്കെ ഒന്ന് തന്നെടാ. അതാ ഞാൻ പറഞ്ഞു, അതൊക്കെ ഒന്നാണ്.
അറബിയിൽ നിങ്ങൾ ഖുർആൻ പറഞ്ഞാലും നാരിയസലാത്ത് പറഞ്ഞാലും ഇതൊക്കെ ഒന്നാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഞാൻ നാരിയസലാത്ത് ഉമ്മ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് നാരിയസലാത്തും അല്ല ഖുർആന് അതിനേക്കാൾ മെച്ചമുള്ളതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നല്ല ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാ, പഠിപ്പൊക്കെ ഉള്ള, അപ്പൊ നാരിയസലാത്തിന് ഇപ്പൊ എന്താ കുഴപ്പം? സഹോദരങ്ങളെ, നാരിയസലാത്തിന് എന്താ കുഴപ്പം? നിങ്ങൾ ആലോചിക്കും, നാരിയ സലാത്ത് എന്ന് പറഞ്ഞാല് ഈ സലാത്ത് എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ പേര് സ്വലാത്ത് ചെല്ലണം. സല്ലു അലൈ, എന്താണ്? ഇന്നല്ലാഹ വമലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതാണ് അള്ളാഹു നമ്മളോട് സലാത്ത് ചെല്ലാൻ പറഞ്ഞ ആയത്താണ്. മലക്കളും അള്ളയൊക്കെ ചെല്ലട്, ഇങ്ങളും ചെല്ലടാ സലാത്ത് എന്ന് അള്ളാഹ് പറയാണ്. ആ ആയത്തിന് ഇറങ്ങിയപ്പം സഹാബത്ത് വന്ന് നബിനോട് ചോദിക്കാണ്, സലാം ചെല്ലൽ എങ്ങനെ നബിയെന്ന് ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങൾ ചെല്ലുണ്ട്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഞങ്ങൾ കാണുമ്പോ നബിനോട് സലാം ചെല്ലുണ്ട്. പക്ഷെ ഈ സലാത്ത് ചെല്ലാൻ അള്ളാഹ് പറഞ്ഞല്ലോ, അതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. അപ്പൊ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത സലാത്താണ് ഇബ്രാഹിമി സലാത്ത്. നമ്മൾ അത്തയ്യാത്തിലൊക്കെ ഓതണെ ആ സലാത്താണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത്. ഈ നാരിയ സലാത്ത് എന്ന് പറഞ്ഞ സലാത്ത് ഇവിടെ അടുത്ത് ആരോരാൾ എഴുതിണ്ടാക്കിയ സലാത്താണ്. അതന്നെ ഒരു ഇടങ്ങേറ് വരുമ്പം ചെല്ലേണ്ടതാണ്. 4444 വട്ടം എന്നൊക്കെ ഓൺ പറഞ്ഞതാണ്. അങ്ങനെ ചെല്ലിയാൽ നമ്മളെ പ്രയാസം നീങ്ങും. എന്നിട്ട് ആ സലാത്ത് അതിന്റെ അടിയിൽ അങ്ങ് പ്രയാസം നീക്കുന്ന നബിയെ എന്നൊക്കെയാണ് പറയണത്. സഹോദരങ്ങളെ, എന്ത് പ്രയാസാണ് നബി നീക്കി തരിക? നബിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസം പോലും നബിക്ക് സ്വന്തം നീക്കാൻ പറ്റിയിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹുവിനോട് അള്ളാന്റെ റസൂൽ പറയാണ്, മോളെ നീ നരകത്തിൽ നിന്ന് നീ നിന്റെ തടിയെ കാത്തുകൊള്ളണം. മുഹമ്മദിന്റെ മകളായതുകൊണ്ട് ദർശിക്കാൻ കഴിയില്ലട്ടോ, അന്റെ തടി നെച്ചി കാത്തോന്നാണ്. നിങ്ങൾ നോക്കി, 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. നബിന്റെ 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിച്ചു, വല്യാപ്പ മരിച്ചു. പിന്നെ 8 വയസ്സ് മുതൽ അള്ളാന്റെ റസൂലിനെ നോക്കി സംരക്ഷിച്ചത് അബൂ ത്വാലിബാണ്. മക്കാ കാലഘട്ടത്തിന്റെ അവസാന കാലം വരെ, അബൂ ത്വാലിബ് മരിക്കുന്നത് വരെ അബൂ ത്വാലിബ് നബിക്ക് താങ്ങും തണലുമായിരുന്നു. ആ ചെറുപ്പം 8 വയസ്സായപ്പോ തുടങ്ങിയ ബന്ധാണ്. 8 വയസ്സിൽ വല്യാപ്പണ് മരിച്ചപ്പം വസിയത്താണ്, അബ്ദുൽ മുത്തലിബിന്റെ വസിയത്താണ്. അബൂ ത്വാലിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കാ ഈ മുഹമ്മദിനെ ഇജ്ജ് നോക്കണം, ബാപ്പല്ലാത്ത കുട്ടിയാണ്, എന്റെ കാലം കഴിഞ്ഞു, ഈ കുട്ടിനെ ഇജ്ജ് നോക്കണമെന്ന് അബൂ ത്വാലിബിനെ ഏൽപ്പിക്കാണ്. അവിടെ അബ്ബാസ് റളിയല്ലാഹുവിനുണ്ട്, അബൂലഹബ് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്, ഓരോന്നും ഏൽപ്പിച്ചിട്ടില്ല. അബൂ ത്വാലിബിനെയാണ് അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ചത്. എന്നിട്ട് അബ്ദുൽ മുത്തലിബിന്റെ കൂടെയാണ് നബി ജീവിച്ചത്. എത്ര കാലം സഹോദരങ്ങളെ! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിനെ കല്യാണം കഴിച്ച് വീട് മാറിപ്പോയപ്പോൾ ആ അബ്ദുൽ മുത്തലിബിൻ അബൂ ത്വാലിബിന്റെ വീട്ടിൽ നിന്ന് അലി റളിയല്ലാഹുവിനും കൂട്ടിയിട്ടാണ് നബി പോയത്. നബി വീട് മാറിപ്പോയപ്പം നമ്മൾ സാധാരണ പറയും, ഒരു പേരെ ഒറ്റക്ക് ഉണ്ടാക്കി പോയാൽ പേടിക്കൊരു കുട്ടീനെ കൊണ്ടുപോകും. ചിലപ്പം പേടിക്ക് നിൽക്കാന് അങ്ങനെ കൊണ്ടേതല്ല അലി റളിയല്ലാഹുവിനെ കൊണ്ടുപോകാനുള്ള കാരണം എന്താരോ, നബിന്റെ സീറ വായിച്ചാൽ ഇത് മനസ്സിലാവും. അബൂ ത്വാലിബിന്റെ വീട്ടിൽ നിന്ന് അലി റളിയല്ലാഹുവിനെ നബി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടാനുള്ള കാരണം എന്താ വെച്ചാല്, അബൂ ത്വാലിബിന്റെ വീട്ടിൽ മിക്ക ദിവസം പട്ടിണിയെന്നു. അവിടെ എല്ലാവർക്കും തന്നെ തിന്നാൻ കിട്ടണില്ല. അപ്പൊ ഒരു കുട്ടി അവിടുന്ന് പോന്നാല് അവിടെ കിട്ടുന്നവർക്ക് തിന്നാലോ, ഈ കുട്ടിക്ക് ഇവിടെ തിന്നാൻ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അലി റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ടത്. അത്രയും ദാരിദ്ര്യത്തിലാണ് അബൂ ത്വാലിബിന്റെ കൂടെ നബി ജീവിച്ചത്. എന്നിട്ടോ ആ ഒരു ഖുറൈശി തറവാട്ടിന്റെ മഹിമ കൊണ്ടും അബൂ ത്വാലിബിന്റെ പവർ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പ്രതിസന്ധികളിലും അബൂ ത്വാലിബ് കൂടെ നിന്നിട്ടുണ്ട്. ആ അബൂ ത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല. യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്താപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേരി, എന്നാ എനിക്ക് അള്ളാന്റെ അടുത്ത് പറയാലോ എന്ന് പറഞ്ഞപ്പം എന്നിട്ട് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും ഒരു വാക്കല്ല. അങ്ങനെയാണെങ്കിൽ അബൂ ത്വാലിബ് പറയേണ്ടിയിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ നിർബന്ധിച്ചപ്പം എന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും ഒരു വാക്കല്ല, അതൊരു ആദർശമാണ്, അതൊരു പ്രത്യയശാസ്ത്രമാണ്, അതൊരു ജീവിതമാണ്. അതനുസരിച്ച് ജീവിക്കാൻ അബൂ ത്വാലിബ് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാവുന്നത്. എന്നിട്ട് ഖുർആൻ ആയത്തിറങ്ങി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അല്ലയോ നബിയെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല നബിയെ എന്ന് അള്ളാഹ് വ്യക്തമായിട്ട് പറഞ്ഞു. നബി ആഗ്രഹിച്ചുകൊണ്ട് നബിക്ക് ഒരാളെ ഹിദായത്തിലാക്കാൻ പറ്റൂല. അബൂ ത്വാലിബിനെ ഹിദായത്തിലാക്കാൻ നബിക്ക് പറ്റിയിട്ടില്ല.
അങ്ങനത്തെ നബി പ്രയാസം നീക്കി തരുന്നു. എന്ത് നാരിയ സ്വലാത്ത് പറഞ്ഞിട്ട് എങ്ങനെ സഹോദരങ്ങളെ? അള്ളാന്റെ റസൂലിന് ഒരാളെ പ്രയാസം നീക്കി തരാൻ കഴിയില്ല, ഒക്കെ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ നാരിയ സ്വലാത്തും ഖുർആനും ഒക്കെ ഒന്നാണ് എന്ന് പറയുന്ന കുറെ ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അന്ധകാരം എന്ന് പറയുന്നത് അത് കുഫറും അത് ഷിർക്കും അത് ബിദ്അത്തുമാണ്. മൂന്നാമത്തെ അന്ധകാരം മനസ്സിൽ കുറിച്ചിട്ടോളി, നമ്മൾ ഈ അന്ധകാരത്തിലുണ്ടോ എന്നുള്ളത് മഅസിയത്താണ്. മഅസിയത്ത്, അള്ളാഹുവിനും റസൂലിനും ധിക്കരിക്കുക, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ ധിക്കരിക്കുക. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണെങ്കിൽ ഇടത് കൈകൊണ്ട് ചെയ്യുന്നത് അത് തെറ്റാണ്. അത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയോടുള്ള ധിക്കാരമാണ്. അതാണ് മഅസിയത്ത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നോക്കണം. പിന്നെ വൽ ജഹ്ല്, അറിവില്ലായ്മ. ഇതൊക്കെ അറിവില്ലാത്തതിന്റെ പേരിൽ ഇതും ചെയ്യാൻ പാടില്ല. അറിവില്ലായ്മ, ശരിയായ ദീന്, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ്, നബിയെ പറ്റിയുള്ള അറിവ്, ഈ ദീനിനെ പറ്റിയുള്ള അറിവ്, ഇതിന്റെ ശരീഅത്തിനെ പറ്റി, ഹലാലുകളെയും ഹറാമുകളെയും പറ്റിയുള്ള അറിവ്. ആ അറിവാണ് ഒരാൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ആ അറിവില്ലാത്തതിനെയാണ് ജഹ്ൽ എന്ന് പറയാ. അറിവില്ലായ്മ അത് അന്ധകാരമാണ്. അത് നമ്മളതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ നമുക്കൊക്കെ ബാധിക്കുന്ന അവസാനത്തെ അന്ധകാരം, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം തൗഹീദുണ്ട്, ശിർക്കും ബിദ്അത്തൊക്കെ കൃത്യമായിട്ട് അറിയാം. മഅസിയത്തിൽ കഴിയുന്നതും നമ്മൾ ചാടുന്നില്ല. ഒരുവിധം ഹലാലും ഹറാമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും വേറൊരു അന്ധകാരമുണ്ട്, ഗഫ്ലത്ത്, അശ്രദ്ധ. ഇതൊക്കെ മനസ്സിലായിട്ടും അശ്രദ്ധമായി ജീവിക്കുക, അത് വലിയ അന്ധകാരം തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നിന്നെല്ലാം ഖുർആൻ നമ്മളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുമെന്നാണ്. ഏത്? ശരിയായ ഈമാനിലേക്ക്, ശരിയായ സുന്നത്തിലേക്ക്, ശരിയായ വിശ്വാസത്തിലേക്കും സുന്നത്തിലേക്കും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണയിലേക്കും ശരിയായ ദീനിനെ പറ്റിയുള്ള അറിവിലേക്കും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും ഈ ഖുർആൻ നിങ്ങളെ നയിക്കുമെന്നാണ്. അതിനുള്ള മാസമാണ്, അവസരമാണ് ഈ റമളാൻ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങൾ, ഇത് ഒട്ടേറെ ദീന് പഠിക്കാനുള്ള ഒട്ടേറെ അവസരങ്ങൾ ഈ കൂട്ടായ്മ നോക്കി. ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിയായ ഖുർആനും ഹദീസും കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാണോ മുൻഗാമികള്, എങ്ങനെയാണ് സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ ഈ ഖുർആൻ കേട്ടത്, പഠിച്ചത്, അവരെങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്, അതേപോലെ സലഫുകള് എങ്ങനെയാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടുകാര് ഖുർആനെയും ഹദീസിനെയും ഉൾക്കൊണ്ടത്, ആ മൻഹജ് അനുസരിച്ച് അത് കൃത്യമായിട്ട് പഠിക്കുകയും പ്രായോഗികമായി അത് പകർത്തുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്ത അത് ഈ ഒരു കാലഘട്ടത്തിലും അത് പ്രായോഗികമായി അത് പ്രയോഗവൽക്കരിക്കാൻ പ്രാപ്തമാണ് എന്ന പഠിച്ച് പരിശീലിച്ച പ്രയോഗവൽക്കരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ ഈ കൂട്ടായ്മ. അതുകൊണ്ട് അതിനൊക്കെ ഈ കൂട്ടായ്മയുടെ കൂടെ നിൽക്കുക. അതേപോലെ തന്നെ ഈ അവസരങ്ങളൊക്കെ അതിനുപയോഗപ്പെടുത്താൻ നമുക്ക് എന്നും വരുന്ന ഒരു നേർവഴി, 5 മിനിറ്റിന്റെ ഒരു നേർവഴി, 4-5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് സഹോദരൻ എത്ര ആ ഒരു നേർവഴിയിൽ തന്നെ ആയത്തുകളും ഹദീസുകളും, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ആയത്തുകളും ഹദീസുകളൊക്കെ ഒരാള് ഇരുന്ന് പഠിച്ച് അത് കൃത്യമായിട്ട് നോട്ട് എഴുതി അത് പ്രസംഗിക്കുമ്പം അത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര വലിയ അറിവാണ്. ഇപ്പൊ ഇന്നത്തെ നേർവഴി കേട്ട എത്ര ആൾക്കാരുണ്ട് ഇതിൽ? ക്ഷമയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇന്നത്തെ നേർവഴി എന്ന് എന്റെ ഓർമ്മ, അല്ലെ? ക്ഷമ എന്താണ്? അസ്വബ്റു ഊല, അതിന്റെ ആദ്യ നിമിഷമാണ് എന്താണ് ക്ഷമ വേണ്ടത് എന്ന ഒരു മെസ്സേജ് നൽകുന്ന ഇന്നത്തെ നേർവഴി. അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ. സത്യത്തില് ഒരു കാഷ്വാലിറ്റിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട്, ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് അതിൽ ഒരു 8-നും 5-നും, നിങ്ങൾ ആലോചിച്ച് നോക്കി, 26-ഉം 22-ഉം വയസ്സുള്ള ഒരു 8-നും അനിയനും ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് മരിക്കുക. അത് നമ്മള് മരിച്ചിട്ട് ബോഡി ഇങ്ങനെ തുണിയിട്ട് മൂടിയൊക്കെയാണ്. എന്നിട്ട് നമ്മൾ സാധാരണ കാഷ്വാലിറ്റിയിൽ മരിച്ച എന്താ ചെയ്യാച്ചാല് ഇവരെ ഫോണിൽ നിന്ന് വാപ്പ, ഉപ്പ, ഉമ്മ എന്നുള്ള നമ്പർ ഉണ്ടാവും. ആൾക്കാർ സാധാരണ വാപ്പ, ഉപ്പ, ഉമ്മച്ചി, വാപ്പച്ചി എന്നൊക്കെയാണ് പലരും കൊടുക്കുക, വാപ്പ. അപ്പൊ ആ നമ്പർ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് നമ്പർ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് വിളിക്കും. അത് വിളിച്ചിട്ട് ഇതാ നമ്മുടെ 2 ആളിങ്ങനെ ആക്സിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന ബൈക്കുമ്മൽ എന്ന് പറയുമ്പോൾ മരിച്ചു എന്ന് പറയില്ല. കാരണം മരിച്ചു എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്ക്, ഒരു 26-24 വയസ്സുള്ള ഒരു 8-നും 5-നും മരിച്ചു എന്നൊരു വാപ്പാനോട് പറയുമ്പോൾ അതിന്റെ ഒരു വിഷമം ഒരാൾക്കും താങ്ങാൻ കഴിയില്ല.
ഒരു 26-24 വയസ്സ് ഒരാളെ വളർത്തി ആ ഒരു കോലത്തിലാക്കിയിട്ട് അത് ഒരു നിമിഷം കൊണ്ട് അത് മരിച്ചു എന്ന് പറയുമ്പം അത് ഒരാൾക്കും താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോ ഇവിടെ ആക്സിഡന്റ് ആയിട്ട് ചെറിയ പരിക്കുണ്ട്, ഒന്നും കിട്ടി വരിന്ന് പറഞ്ഞിട്ടാ കൊണ്ടുവരാ, വന്നിട്ടാണ് ഇതൊക്കെ കാണുക. നിങ്ങൾ നോക്കി ആ ഒരു അവസ്ഥ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ എന്ത് പറഞ്ഞിട്ടാണ് നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റുക? അപ്പൊ അതാണ് ഈ ദീനിന്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാല് ആ 2 മക്കളെയും ആ നഷ്ടപ്പെട്ടതിന് ഒരു അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഒരു വിശ്വാസി പറഞ്ഞാല് അത് തുടക്കത്തിൽ പറയണം. ആ ന്യൂസ് കേൾക്കുമ്പോൾ ആ അവസ്ഥ മനസ്സിലാകുമ്പോൾ ആദ്യത്തെ റെസ്പോൺസ് അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു വിശ്വാസി പറയുമ്പോൾ ആ റൂഹ് എടുത്തിട്ട് ആകാശലോകത്തേക്ക് റൂഹിനെ കൊണ്ടുപോകുന്ന മലക്കിനോട് അള്ളാഹു ചോദിക്കുമെന്നാണ്, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണമാണല്ലോ നീ പറിച്ചെടുത്തത്. എന്റെ അടിമന്റെ കരളിന്റെ കഷ്ണത്തിന്റെ റൂഹ് പറിച്ചെടുത്താണല്ലോ ഈ വരുന്നത്. എന്റെ അടിമ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് അള്ളാഹു മലക്കിനോട് ചോദിക്കുമെന്നാണ്. അപ്പൊ ആ മലക്ക് പറയും, അവൻ പറഞ്ഞു അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് നിന്റെ അടിമ പറഞ്ഞത് എന്ന് പറയുമ്പം ബന ബൈതം ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്ക്, എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് നൽകുക എന്ന് അള്ളാഹു പറയുമെന്നാണ്. നിങ്ങൾ നോക്കി, ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ ഈ ഭൂമിയിൽ പണിയെടുക്കുന്നത് നാളെ സ്വർഗത്തിലെ സമാധാനത്തിന് വേണ്ടി, ആ സ്വർഗത്തിലെ സമാധാനത്തിന്റെ ഭവനത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ. അതൊരൊറ്റ പ്രതികരണത്തിലൂടെ, ആ ആദ്യം അറിയുമ്പം ഒരു അൽഹംദുലില്ലാ പറയുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. എന്നിട്ടോ ആ മക്കളെ സൂറത്തു തൂറിൽ കാണാം, ആയത്ത് കാണാം, മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി മക്കളെ അള്ളാഹു സ്വർഗത്തിലേക്ക് ആക്കി കൊടുക്കുമെന്നാണ്. തൗഹീദില്ല, ഷിർക്ക് ചെയ്യാത്ത മക്കളാണോ സഹോദരങ്ങളെ? കുറച്ചൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും ഷിർക്ക് ചെയ്യാത്ത മക്കളാണെങ്കിൽ ആ മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി മക്കളെ അള്ളാഹു സ്വർഗത്തിലേക്ക് ആക്കി കൊടുക്കുമെന്നാണ്. അപ്പോ കുട്ടികൾ മരിച്ചാല് മക്കളെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ആശ്വസിക്കാൻ മുസ്ലിങ്ങൾക്കല്ലാതെ, വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കാണ് അതിനുള്ള ഒരു സമാധാനത്തിനുള്ള വകുപ്പുള്ളത്? അല്ലാത്തവർക്കെല്ലാം വലിയ തീരാ നഷ്ടമാണ് മരണം എന്ന് പറഞ്ഞാല്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന വാതിലിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് മരണത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ആ ഒരു ആംഗിളിലൂടെ കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളിലും ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് അതെല്ലാം തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങളാണ് സത്യത്തിൽ ഈ നേർവഴി പോലത്തെ, ഇന്നത്തെ നേർവഴി ക്ഷമയുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കാനുള്ള 500 പോലത്തെ വേദികൾ, ഇവിടുത്തെ QHLS, ഇവിടെ നല്ലൊരു പള്ളിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് സഹോദരങ്ങൾ. ഇതിനൊക്കെ ആ ഖുർആൻ പഠിപ്പിക്കാനുള്ള മാർഗം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അത്ര പ്രയാസമുള്ള കാര്യമല്ല. നമ്മളിപ്പോ ചെറുപ്പത്തിൽ ഓരോ ഭാഷകളും കാര്യങ്ങളൊക്കെ ഓരോ സമയത്ത് പഠിച്ചു വന്നത് കൊണ്ട് നമ്മളിത് കൈകാര്യം ചെയ്യാണ്. ഇപ്പൊ ഓരോരുത്തരും ഓരോ ഡിഗ്രി എടുത്തവരൊക്കെ അവരൊക്കെ അതിന് മെനക്കെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഖുർആൻ മാത്രം നമ്മൾ പഠിക്കാൻ ഒരു മെനക്കെട്ടെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ നമുക്കിത് പഠിക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് കുറച്ചൊന്ന് മെനക്കെട്ടാല് അതിനുള്ള അവസരങ്ങളുണ്ട്. 500 പോലത്തെ QHLS പോലത്തെ അവസരങ്ങൾ ഖുർആൻ പഠിക്കാൻ നമുക്കുണ്ട്. അത് നമുക്ക് സീരിയസ് ആയിട്ട് കാണണം. കാരണം അത് പഠിക്കാതെയാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നതെങ്കിൽ അത് വലിയൊരു തീരാ നഷ്ടമായിരിക്കും. കാരണം അതാണ് ഹുദ, അതാണ് സന്മാർഗം. അന്ധകാരങ്ങളിൽ നിന്ന് യഥാർത്ഥ പ്രകാശത്തിലേക്ക് നിങ്ങളെ ഹിദായത്ത് നൽകുന്ന ഈ വിശുദ്ധ ഖുർആൻ, അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്കിട്ട അള്ളാഹുവിന്റെ കയറാണ് ഖുർആൻ. അതിന്റെ ഒരു തല നമ്മൾ മുറുകെ പിടിച്ചാൽ മറ്റേ തലക്കിൽ റബ്ബാണ്, അള്ളാഹുവാണ്. ഒരിക്കലും തന്നെ നമ്മൾ വഴിതെറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ, അതേപോലെ തന്നെ സഹോദരങ്ങളെ, സമ്പത്ത് കൊണ്ട്, നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഹലാലായ വരുമാനം നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, നമ്മുടെ കൂടെ സഹജീവികളുടെ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കണ്ടറിഞ്ഞുകൊണ്ട്, അവർ ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ, അതാണ് മാഷാ അള്ളാഹ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മാഷാ അള്ളാഹ് എന്ന് പറയുന്നത്. അതായത് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട് അത് പ്രയാസപ്പെടുന്ന ഒരാളുകളെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയണം. അതേപോലെ തന്നെ നമ്മുടെ പള്ളിയും മദ്രസയും നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക ചെലവുകൾ നമ്മൾ അന്വേഷിക്കണം സഹോദരങ്ങളെ. നമ്മളെ മദ്രസയിൽ അവിടെ കിട്ടുന്ന ഫീസ് കൊണ്ട് അവിടുത്തെ
ആ മദ്രസ നിലനിന്ന് പോകുന്നുണ്ടോ? സഹോദരങ്ങളെ, മക്കളെ ദീൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാല് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആ മക്കൾ ദീൻ പഠിച്ച് അവരെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതിനൊരു ഓരി നമുക്ക് കിട്ടുമെന്നാണ്. ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന ആയത്ത്, സൂറത്തു യാസീൻ ആയത്ത്. ഇതൊക്കെ നമുക്ക് കേട്ട ആയത്താണ്, എത്രയോ തവണ നമ്മൾ ഓതിയ ആയത്താണ്. ഇന്നാ നഹ്നു നുഹീൽ മൗത, നിശ്ചയമായും നാം മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തതെല്ലാം ഞാൻ രേഖപ്പെടുത്തും. വആസാറഹും, അതിന്റെ അനന്തര ഫലങ്ങളും നാം രേഖപ്പെടുത്തുമെന്നുള്ള പറഞ്ഞ് ചെയ്തത് മാത്രമല്ല, ചെയ്തതിന്റെ തുടർച്ചയായിട്ട് ഈ ലോകത്ത് എന്തൊക്കെ അനന്തരഫലമായി സംഭവിച്ചോ അതിന്റെ ഷെയർ എല്ലാം അള്ളാഹു ചേർത്ത് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. നോക്കി, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ പൈസക്കാരനായിരുന്നു. മസ്ജിദുൻ നബവിയില് സഹാബികളെ കൊള്ളാണ്ടായി. മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്, സഹാബികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പള്ളി ചെറുതാണ്, പള്ളി വലുതാക്കണമെങ്കിൽ അതിന്റെ അടുത്തുള്ള സ്ഥലം വാങ്ങണമെന്ന് പറഞ്ഞു. അന്നത്തെ ആയിരക്കണക്കിന് ദീനാറ് പൈസ കൊടുത്തിട്ട് ആ സ്ഥലം ആരാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി വാങ്ങിത്തരുക ചോദിച്ചപ്പം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് അദ്ദേഹം ആ ഭൂമി വാങ്ങിക്കൊടുത്ത് പള്ളിയിലേക്ക് ചേർത്തു. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നും മസ്ജിദ് നബവിയിൽ ഉംറക്കൊക്കെ പോയിട്ട് മദീനത്ത് പോയിട്ട് നമ്മളവിടെ നിസ്കരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഫുൾ ടൈം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മസ്ജിദ് നബവി. ആ മസ്ജിദ് നബവിയിൽ ഇന്നും ഒരാൾ പോയി നിസ്കരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറഞ്ഞ കാലം ഈ ഭൂമികത്ത് ജീവിക്കുള്ളൂ. ഒരു 50 60 വയസ്സ് നമ്മൾ ജീവിക്കും. സഹോദരങ്ങളെ, നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയാല് നമ്മുടെ രേഖയിലേക്ക് ലോകാവസാനം വരെ വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ നന്മകൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇമാം നവവി റഹ്മഹുല്ല അദ്ദേഹം റിയാദുസ് സ്വാലിഹീൻ എന്ന ചെറിയൊരു കിതാബ് റിയാദുസ് സ്വാലിഹീൻ. നിങ്ങൾ ആലോചിച്ചു, അതിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണ് റിയാദുസ് സ്വാലിഹീൻ എഴുതിയെന്ന്. ചിതറിക്കിടക്കുന്ന അനേകം ഹദീസുകൾ അദ്ദേഹം ചെറുതായിട്ട് ക്രോഡീകരിച്ചാണ്. അവിടെ ഇവിടേക്കുള്ള കുറെ ഹദീസ് എടുത്തിട്ട് ജനങ്ങൾക്ക് അമൽ ചെയ്യാൻ വേണ്ടി, ജനങ്ങൾ കർമ്മങ്ങൾ ചെയ്തിട്ട് അവർക്ക് അതിന് പ്രയോജനം കിട്ടുമ്പം അതിന്റെ ഒരു പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ് റിയാദുസ് സ്വാലിഹീൻ. നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ട് റിയാദുസ് സ്വാലിഹീൻ ഉണ്ടോ ചോദിച്ചാല് 6 റിയാദുസ് സ്വാലിഹീൻ നിങ്ങൾക്ക് എടുത്തു തരും. സുന്നിയാൾ എഴുതിയത്, മുജാഹിദീങ്ങൾ എഴുതിയത്, സുന്നി മുജാഹിദും അല്ലാത്ത ആൾക്കാർ എഴുതിയത്, അങ്ങനെ കുറെ റിയാദുസ് സ്വാലിഹീൻ മലയാളം. ഈ ലോക ഭൂപടത്തിൽ മലയാളം എന്ന ഭാഷ ആകെ 2-3 കോടി ആൾക്കാർ സംസാരിക്കണുള്ളൂ. ആ ഒരു മലയാളത്തിൽ പോലും ഒരു 5-6 റിയാദുസ് സ്വാലിഹീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ലോകത്ത് 159 ഭാഷകളില് വ്യത്യസ്ത ഓദർമാര്, ഗ്രന്ഥകർത്താക്കളെ അതിന് പരിഭാഷ എഴുതിയിട്ടുണ്ട്. അത്രയും വിശാലമായി കിടക്കാണ് റിയാദുസ് സ്വാലിഹീൻ. അന്ന് ഇമാം നവവി എഴുതിയ റിയാദുസ് സ്വാലിഹീൻ വ്യാഖ്യാനം എഴുതിയ ആളുകൾ ഇതൊക്കെ വായിച്ച് ആളുകൾ അമൽ ചെയ്യുമ്പം അതിന്റെ കൂലി ആർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്? ഇമാം നവവിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വരുന്ന എന്ത് അമലാണ് സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്ത് ബാക്കിയേക്ക്. പണ്ടത്തെ ആൾക്കാർ ഒരു തെങ്ങെങ്കിലും മദ്രസക്കും പള്ളിക്കും കൊടുക്കും. ആ മൂലക്കത്തെ തെങ്ങുണ്ടല്ലോ, ആ കായ്ച്ചിന തോട്ടിന്റെ വക്കത്തുള്ള എപ്പോഴും തേങ്ങല്ലേ, അതിന് മദ്രസക്ക് കൊടുത്തലാന്ന് പറയും. എന്തിനാ സഹോദരങ്ങളെ? ആ തെങ്ങുള്ള കാലത്തോളം, അതിന് തേങ്ങുള്ള കാലത്തോളം ഈ ഖബറിലേക്ക് വല്യാപ്പാക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ അറ്റത്തെ പീടിയാമുറി അയച്ച് പള്ളിക്കാണ് കൊടുത്തലാന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ആ പള്ളിക്കത് വരുമാനമാണ്. അതിന്റെ പ്രതിഫലം ലോകാവസാനം വരെ ആ റൂം നിലനിൽക്കുന്ന കാലത്തോളം ആ വല്യാപ്പാക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ചെറിയ ജീവിതമാണെങ്കിലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാലും ഒരു ലോകാവസാനം വരെ നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന എന്ത് പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. കാരണം ഇതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ ചെലവാക്കിയതൊന്നും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. അനന്തരാവകാശമായി നമ്മൾ കുറെ സ്ഥലങ്ങളും കുറെ സ്വത്തുക്കളും മക്കൾക്കൊക്കെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്കൊരു ചെറിയ കൂലി ഉണ്ടാവും. എന്നാലും അള്ളാഹു നമ്മുടെ ഖബറിലേക്ക് വരവിന് വേണ്ടി അതിൽ നമ്മളൊരു പിഷ്കത്തരം കാണിക്കന്നെ വേണം. നമുക്ക് നമ്മുടെ ഖബർക്ക് എന്നിട്ട് അതിൽ നമ്മളൊരു സ്വാർത്ഥത കാണിക്കണം സഹോദരങ്ങളെ. അതിനുവേണ്ടി ഇവിടുത്തെ പള്ളിയാകട്ടെ മദ്രസയാകട്ടെ, ഈ മദ്രസ മദ്രസ പണ്ട് കാര്യം പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു കുട്ടി ഒരു അറിവ് പഠിച്ച് അവന് വലിയ പണ്ഡിതനായി അവൻ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച് പ്രഭാഷണങ്ങൾ നടത്തി ഒരു വലിയ ആളായാൽ അതിന്റെ പ്രതിഫലമൊക്കെ ആ മദ്രസ ഉണ്ടാക്കിയ ആൾക്കാർക്കും അവൻ പഠിക്കാൻ കാരണമായ ആൾക്കാർക്കൊക്കെ ഒരു ഷെയർ
അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. അതാണ് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന ആയത്തോതിയപ്പം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് മനസ്സിലായി, ഇമാം ബുഖാരിക്ക് അത് മനസ്സിലായി, ഇമാം നവവിക്ക് അത് മനസ്സിലായി. സഹോദരങ്ങളെ, നമുക്കത് മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പതിക്കണം. നമ്മുടെ സാലറിയിൽ നിന്നും നമ്മുടെ വരുമാനത്തിൽ നിന്നുമെല്ലാം ഇതൊക്കെ നിലനിന്ന് ഈ ദീൻ ഇങ്ങനെ ഇവിടുത്തെ മതകാര്യങ്ങളുമെല്ലാം ദീൻ അതിന്റെ ചട്ടക്കൂടനുസരിച്ച് നിലനിന്ന് പോകാനുള്ള കാര്യങ്ങൾക്ക് നമ്മുടേതായ ഒരു ഷെയർ നമ്മൾ നൽകണം. നമ്മൾ നോക്കി, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഏറ്റവും വലിയ ധനാഢ്യനായ, ഇനി നമ്മൾ ബിൽ ഗേറ്റ്സ് എന്നൊക്കെ പറയാൻ പറ്റിയ അത്ര രൂപത്തിൽ പൈസക്കാരനായ ഒരു സഹാബിയായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്താണ്, ഒരു ദിവസം ഒരു വലിയ കാരവൻ കടന്നു പോകുന്ന ശബ്ദം കേൾക്കുകയാണ്, ഭയങ്കര സൗണ്ട്. ഒരു വലിയ യാത്രാ സംഘം, കച്ചവട സംഘം ഇങ്ങനെ കടന്നു പോണ ശബ്ദം കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഭൃത്യയോട് ചോദിച്ചു എന്നാണ്, എന്താണ് പുറത്തു വലിയ ശബ്ദം കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പം ആ സ്ത്രീ പുറത്തു നോക്കി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ഒട്ടകം, അദ്ദേഹത്തിന്റെ കച്ചവട സംഘം 1000 ഒട്ടകം എന്നാ പറഞ്ഞത്. 1000 ഒട്ടകവും അതിന്റെ മേലെ കച്ചവടത്തിന്റെ സാധനങ്ങളുമായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവട സംഘം നടന്നു പോകുന്ന ഒച്ചയാണ് ഈ കേൾക്കണെന്നാ പറഞ്ഞത്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്നാണ്, അള്ളാഹു വളരെ വളരെ കാരുണ്യം ചെയ്ത, അനുഗ്രഹം ചെയ്തൊരു വ്യക്തിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന്. എന്നിട്ടോ അദ്ദേഹം അന്ന് മദീനയിൽ ക്ഷാമുള്ള സമയമാണ്, മദീനയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഈ 1000 ഒട്ടകത്തിന്റെ മേലെ ഷ്യാമിൽ നിന്ന് കച്ചവട സാധനങ്ങളുമായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മദീനയിലേക്ക് വരുന്നത്. അപ്പൊ മദീനയിലെ കച്ചവടക്കാർ മുഴുവൻ ഈ സാധനങ്ങൾക്ക് കാത്തുക്കാണ് വില പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരരട്ടിയല്ല, 10 ഇരട്ടിയല്ല, 2, 3, 4, 5 അങ്ങനെ വില കൂട്ടി പറഞ്ഞ് സാധനം വാങ്ങാൻ ശ്രമിച്ചപ്പം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞ എന്താ അറിയോ, അതൊക്കെ വിറ്റുപോയി എന്നാണ്. ഇതൊക്കെ ആദ്യ കച്ചവടമായിക്കണെന്ന് പറഞ്ഞു. എന്താപ്പോ അപ്പൊ എത്രക്കാണ് ചോദിച്ചു, 700 ഇരട്ടിക്ക് ഇത് കച്ചവടമായി കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇത് നിങ്ങളിപ്പോ 10 അല്ലേ പറഞ്ഞത്, ഇത് 700 ഇരട്ടിക്ക് ആദ്യം വിറ്റ് പോയിക്കണെന്ന് പറഞ്ഞു. അപ്പോ അതെങ്ങനെ സഹോദരങ്ങളെ? അപ്പൊ ചോദിക്കാണ്, അതെന്താണ്? അത് ഒരു നന്മക്ക് 1 700 ഇരട്ടി പ്രതിഫലം നൽകുന്ന ഒരല്ലാഹുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് മദീനയിലെ ആളുകൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുത്തേക്കാണ്. 700 ഇരട്ടി പ്രതിഫലം. ഇവിടെ 10 വില വിളിച്ചിങ്ങനെ ലേലം വിളിച്ച് നിൽക്കുമ്പോഴാണ് 700 കൊടുത്തു കഴിഞ്ഞിങ്ങനെ പറഞ്ഞത്. അപ്പൊ അവര് പറയാണ്, അപ്പൊ കച്ചവടക്കാർ മൂപ്പരോട് പറഞ്ഞു നോക്കാണ്, അന്ന് അദ്ദേഹത്തിന് 4 ഭാര്യമാരും 30 ചില്ലാനും കുട്ടികളുള്ള സമയമാണ്. ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചിങ്ങക്ക് മാറ്റി വെച്ചൂടെ എന്നാ ചോദിച്ചത്. കുറച്ചിങ്ങക്ക് മാറ്റി വെച്ചൂടെ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ, രാവിലെ ഒരൊട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നൽകിയാൽ വൈകുന്നേരമാകുമ്പോഴേക്കും 10 ഒട്ടകമായി അത് തിരിച്ചു തരാൻ കഴിവുള്ള ഒരു അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ചോദിച്ച്. നമ്മൾ രാവിലെ 10 റുപ്യ അള്ളാഹിന്റെ മാർഗത്ത് കൊടുത്താൽ വൈകുന്നേരം അത് 100 റുപ്യ ആയിട്ട് തരാൻ പടച്ചോന് കഴിയും. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ത് പറഞ്ഞത്, നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വാക്ക് പറഞ്ഞത്. നമ്മൾ ഈ വാക്കേ കേട്ടിട്ടുണ്ടാവുള്ളൂ, അതിന്റെ മുമ്പ് ഇങ്ങനെ ചരിത്രമുണ്ട്. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിശ്ചയമായും സ്വതക്ക സമ്പത്തിൽ നിന്ന് ഒന്നും തന്നെ കുറക്കുകയില്ല എന്ന്. ഒരു സ്വതക്ക ചെയ്തതിന്റെ പേരിൽ സമ്പത്ത് കുറയില്ലാന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയാകണം. അതാണ് വിശ്വാസികളുടെ മാതൃക, അതാണ് വിശ്വാസികൾക്കുള്ള പ്രചോദനം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉണ്ടാകണ സമ്പത്ത് ദീനിനു വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ഒരു നല്ല തൃപ്തിപ്പെട്ടുകൊണ്ട് ഇതൊക്കെ പടച്ചോൻ നഷ്ടം വരുത്തൂല എന്ന് നല്ല ബോധ്യത്തോടുകൂടി തൃപ്തിയോടുകൂടി ആളുകൾ ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി കുത്തി നമ്മളേക്കൊന്ന് മാങ്ങല്ല, നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്നിട്ട് എടുത്തു കൊടുക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ. കാരണം ഈ മരണമെന്ന കവാടത്തിലൂടെ നമ്മളെല്ലാവരും യാത്ര പോകേണ്ടി വരുമെന്നൊരു ബോധത്തോടു കൂടെ ഈ കർമ്മങ്ങളൊക്കെ വിചാരണക്ക് വന്ന് നാളെ റബ്ബിന്റെ മുമ്പിൽ ഒരു ശക്തമായ വിചാരണയെ നമ്മൾ നേരിടേണ്ടി വരുമെന്ന ബോധത്തോടു കൂടി ഈ കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനും നല്ല ഉദ്ദേശത്തോടു കൂടി അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനുള്ള ഒരു അവസരമാണ് ഈ റമദാൻ. അങ്ങനെ റമദാനെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, ഇന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ച ഉക്കാശയുടെ ഹദീസിൽ പറഞ്ഞതുപോലെ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന ആ 70,000 ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ
ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.